നമസ്കാരം. 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള രോഗങ്ങളും രോഗകാരികളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ രോഗത്തെക്കുറിച്ചുള്ള പഠനം. രോഗത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്ത് പറയുന്നു? രോഗത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? പാത്തോളജി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? പാത്തോളജി. രോഗത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? പാത്തോളജിയാണ്. അങ്ങനെയാണെങ്കിൽ രോഗകാരികൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പാത്തോജൻസ് എന്നാണ് രോഗകാരികൾ അറിയപ്പെടുന്നത്. അപ്പോൾ രോഗത്തെക്കുറിച്ചുള്ള പഠനം പാത്തോളജി, രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്നാണ്. ഇനി ഈ രോഗങ്ങളെ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എങ്ങനെ? പകരുന്നവയുമുണ്ട്, പകരാത്തവയുമുണ്ട് അല്ലേ? പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പകരുന്ന രോഗങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പിന്നെ പ്രോട്ടോസോവ രോഗങ്ങൾ, വിരമുഖേനയുള്ള രോഗങ്ങൾ. ഇത്രയുമാണ് പകരുന്ന രോഗങ്ങളിൽ വരുന്നത്. ഈ പകരുന്ന രോഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. പകരുന്ന രോഗങ്ങളെല്ലാം കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വിരമുഖേനയുള്ള രോഗങ്ങൾ. ഇനി പകരാത്ത രോഗങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നത് ഏതൊക്കെയാന്ന് നോക്കിയേ. ജീവിതചര്യാ രോഗങ്ങൾ, അതായത് പൊണ്ണത്തടി, BP അല്ലെ, രക്തസമ്മർദ്ദം, അതൊക്കെ എന്താണ്? അതൊക്കെ ജീവിതചര്യാ രോഗങ്ങളിൽ വരുന്നതാണ്. പിന്നെ അപര്യാപ്തത രോഗം, നമ്മൾ വൈറ്റമിൻസിന്റെ അപര്യാപ്തത രോഗം പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പൊ അപര്യാപ്തത രോഗങ്ങളും പിന്നെ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളും ഇതൊക്കെ ഇതിൽ വരുന്നതാണ്? പകരാത്ത രോഗങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെ ആയല്ലോ. ഇനി പിന്നെ ഒരെണ്ണമുള്ളത് തൊഴിൽജന്യ രോഗവും പകരൂ ഇല്ല. തൊഴിൽജന്യ രോഗങ്ങളും പകരുന്നതല്ല. തൊഴിൽജന്യ രോഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പകരുന്ന രോഗങ്ങളിലും പകരാത്ത രോഗങ്ങളിലും വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാംക്രമിക രോഗങ്ങൾ ഏതാണ്? ബാക്ടീരിയ, അതുപോലെ പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കാം. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി അല്ലെ? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഇത് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ഓരോ ബാക്ടീരിയകളും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാക്ടീരിയ രോഗങ്ങൾ ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ബാക്ടീരിയ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ വൈറസ് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് രോഗവും രോഗകാരിയുമാണ്. ഇപ്പൊ ബാക്ടീരിയ രോഗങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്, പിന്നെ രോഗകാരികളും വരുന്നുണ്ട്. ഓക്കെ, പഠിക്കാം നമുക്ക്. ആദ്യം കോളറയുടെ രോഗകാരി. കോളറ എന്ന് പറയുന്ന അപ്പോൾ ഏതാണ്? ബാക്ടീരിയയാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. കോളറ ബാക്ടീരിയയാണ്. രോഗകാരി ഏതാണ്? വിബ്രിയോ കോളറെ. രോഗകാരി വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ കിട്ടുമല്ലോ. ബാക്ടീരിയ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. പിന്നെ ന്യൂമോണിയയുടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇപ്പം എന്താണ് നമ്മുടെ ചുമയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തല്ലേ? സ്ട്രെപ്സിൽസ്, ന്യൂമോണിയ, അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. പിന്നെ അടുത്തത് ടൈഫോയിഡിൻ്റെയും കിട്ടും. സാൽമോണല്ല ടൈഫി എന്നുണ്ട് കണ്ടോ. അപ്പോൾ സാൽമോണല്ല ടൈഫി ആണ് ഇതിൻ്റെ ടൈഫോയിഡിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിഫ്തീരിയ. അപ്പോൾ ഏതൊക്കെയാണ്? ഇത് ഏതിൻ്റെയാണ് നമ്മൾ പഠിക്കുന്ന? ബാക്ടീരിയ ആണ് കേട്ടോ. ബാക്ടീരിയയിൽ ഏതൊക്കെയുണ്ട്? കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ. കോളറ, ന്യൂമോണിയക്ക് PN അല്ലേ, അതുകൊണ്ടാണ് ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ. ഇനി അടുത്തത് എലിപ്പനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഏതാണ്? ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക. എലിപ്പനി, ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക. അടുത്തത് ക്ഷയത്തിൻ്റെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. രണ്ടും ഓർത്ത് വെക്കണേ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസും ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ട്യൂബർക്കിൾ ബാസിലസ്. ഏതാണ്? ട്യൂബർക്കിൾ ബാസിലസ്. രണ്ടും ഏതാണ്? ക്ഷയമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കണം. ഇപ്പം എലിപ്പനി, ക്ഷയം. അടുത്തത് ഏതാണ്? പ്ലേഗിൻ്റെ ഏതാണ്? ഏഴ്സീനിയ പെറ്റിസ്. പെസ്റ്റിസ് എന്നാണ് കേട്ടോ ഇവിടെ.
സ്റ്റിസ് എന്നാണ് അവസാനം, സ്റ്റിസ്. ഓക്കെ, പെസ്റ്റിസ്. അപ്പോൾ ഏഴ്സീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ്. ഏഴ്സീനിയ പെസ്റ്റിസ്, പ്ലേഗ്, പെസ്റ്റിസ്. ഓക്കെ, അടുത്തത് വില്ലൻ ചുമ. പെർട്ടൂസിസ് നമ്മൾ പറയില്ലേ വില്ലൻ ചുമയ്ക്ക്, പെർട്ടൂസിസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വില്ലൻ ചുമ പെർട്ടൂസിസ് നമുക്ക് അറിയുവാണെങ്കിൽ നമുക്ക് ഈ പേരും കിട്ടും. നോക്കി ഇവിടെ നോക്കി, പെർട്ടൂസിസ് എന്നുണ്ട്. അപ്പോൾ വില്ലൻ ചുമയുടെ രോഗകാരി ആരാണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ഏതാണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമയ്ക്ക് എന്താ പറയുന്നത്? പെർട്ടൂസിസ് എന്നാണ് പറയുന്നത്. വില്ലൻ ചുമ, പെർട്ടൂസിസ്. ആ പെർട്ടൂസിസ് അറിയാമെങ്കിൽ നമുക്ക് ഏത് കിട്ടും? ഇതിൻ്റെ ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമയുടെ രോഗകാരി എന്നുള്ളത് മനസ്സിലാവും. DPT വാക്സിൻ കേട്ടിട്ടില്ലേ? DPT 5 വയസ്സുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു കുത്തിവയ്പ്പാണ് ഈ DPT. ഏതാണ്? DPT വാക്സിൻ. ഇതിൽ D എന്ന് പറയുന്നത് ഡിഫ്തീരിയ, പി എന്ന് പറയുന്നതാണ് പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ. പിന്നെ ടി എന്നാണ്? ടെറ്റനസ് ആണ് കേട്ടോ. ടെറ്റനസ് നമ്മൾ പറയൂ ഇപ്പം തന്നെ, ടെറ്റനസ്. അപ്പോൾ ഇത് ബാക്ടീരിയ ആണ് കേട്ടോ. DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അത് ഏതിൽ വരുന്നതാണ്? ബാക്ടീരിയയിൽ വരുന്നതാണ്. അപ്പോൾ വില്ലൻ ചുമയുടെ രോഗകാരി ഏതാണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ചുമച്ച് ബോറായി അല്ലേ? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. അടുത്തത് കുഷ്ഠത്തിൻ്റെ മൈക്രോ ബാക്ടീരിയൻ ലെപ്രേ എന്നുള്ളത് ഓർത്ത് വയ്ക്കണേ. കുഷ്ഠം, ലെപ്രസി. ഇപ്പോൾ മൈക്രോ ബാക്ടീരിയം ലെപ്രേ, കുഷ്ഠം മൈക്രോ ബാക്ടീരിയം ലെപ്രേ. ഇനി ടെറ്റനസ് ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി ആണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഈ ലോക്ക് ജോ ഡിസീസ് എന്നൊക്കെ അറിയപ്പെടില്ലേ? അത് തന്നെ കേട്ടോ. ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടെറ്റനസിൻ്റെ രോഗകാരി ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. അത് ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇത് പഠിച്ചു പോകും. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നുണ്ടാവും. ബാക്ടീരിയ വൈറസായി റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും പഠിച്ചിട്ട് പോവാം. പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ റിവിഷൻ എന്ന രീതിയിൽ ഇത് ഫുള്ള് കേൾക്കണേ. ഇനി ആന്ത്രാക്സിൻ്റെ നമുക്ക് ആ പേരിൽ നിന്ന് കിട്ടും. എന്താണ്? ബാസിലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സിൻ്റെ ബാസിലസ് ആന്ത്രാസിസ്. ഇനി സിഫിലസ്. ഈ സിഫിലസ് എന്ന് പറയുന്നത് ഒരു STD, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് കേട്ടോ. സിഫിലസിൻ്റെ രോഗകാരി ഏതാണ്? ട്രെപ്പോലിമ പല്ലിടമാണ് കേട്ടോ. ട്രെപ്പോലിമ പല്ലിടം. പിന്നെ മെനഞ്ചൈറ്റിസ് നമുക്കറിയാം, തലച്ചോറ് അല്ലേ? മെനഞ്ചൈറ്റിസ് റിലേറ്റ് ചെയ്ത്. പിന്നെ ട്രക്കോമ, അതൊക്കെ ഏതിൽ വരുന്നതാണെന്ന് ചോദിച്ചാൽ അത് ബാക്ടീരിയയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതിലാണെന്നൊന്ന് ഓർത്ത് വയ്ക്കണേ. ട്രക്കോമയും മെനിഞ്ചൈറ്റീസും ഏതാണ്? അതും ബാക്ടീരിയ. പിന്നെ ഗൊണേറിയ എന്ന് പറയുന്നതും ഏതാണ്? ഗൊണേറിയ എന്ന് പറയുന്നതും ഒരു STD ആണ് കേട്ടോ. ഗൊണേറിയ STD ആണ്. പിന്നെ ഏതാണ്? സിഫിലസ് എന്താണ്? സിഫിലസും STD ആണ്. അപ്പോൾ ഗൊണേറിയയുടെ ഏതാ വരുന്നത്? ഗൊണേറിയയുടെ നൈസീരിയ ഗൊണറിയേ. ഓക്കെ. പിന്നെ ബോട്ടുലിസത്തിൻ്റെ നമ്മൾ ആദ്യം ഒരു ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ആദ്യം ഏതാ ക്ലോസ്ട്രീഡിയം പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? അത് ടെറ്റനസ് ആയിരുന്നു കേട്ടോ. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നറിയപ്പെടുന്ന ടെറ്റനസ് രോഗകാരി. ഇനി ബോട്ടുലിസത്തിൻ്റെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ബോട്ടിൽ ക്ലോസ് ചെയ്തു. ഓക്കെ. പിന്നെ ബോട്ടുലിനം എന്നുള്ളത് അതിലുണ്ടല്ലോ. എന്തെങ്കിലും കോഡ് വെച്ച് പഠിക്കണം കേട്ടോ. മാറിപ്പോവരുത്. ബാക്ടീരിയയും വൈറസൊന്നും മാറിപ്പോവരുത്. ഓക്കെ. ഇനി ഒരു STDയും കൂടിയുണ്ട്. STD ഇനി എക്സ്ട്രാ എടുത്ത് ചോദിച്ചാലോ അല്ലേ? അപ്പോൾ ഒരു STDയും കൂടിയുണ്ട്. ഏതാണ്? എഴുതാവേ. ക്ലാമിഡിയാസിസ്. ഇതിൻ്റെ രോഗകാരി ക്ലാമിഡിയ. ട്രാക്കോമാറ്റിസ്.
ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ്, ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ്, ഇതും STD. അപ്പോൾ 3 STD നമ്മൾ പഠിച്ചു. STD എന്ന് വെച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഏതൊക്കെയാണ്? സിഫിലസ്, പിന്നെയോ ഗൊണേറിയ, ക്ലാമിഡിയാസിസ്. അപ്പം ഒരു ഓപ്ഷനും കൂടി തന്നിട്ട് ചിലപ്പോൾ STD അല്ലാത്തത് ഏതെന്ന രീതിയിലും ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയ ഡിസീസ് വരുന്നത്. ഒന്നും കൂടി നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നും കൂടി പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ 2-3 എണ്ണത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ രോഗവും രോഗകാരികൾ ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോകണം. എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിക്കണം കേട്ടോ. ബാക്ടീരിയ ആണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതും ഓർക്കണം. ബാക്ടീരിയ, ഇപ്പോൾ ബാക്ടീരിയയിൽ വരുന്നത് കോളറ. കോളറയുടെ ഏതാണ്? ഒരുമിച്ച് പറഞ്ഞു പോണേ. കോളറ, വിബ്രിയോ കോളറ, കോളറ, വിബ്രിയോ കോളറ. ന്യൂമോണിയ, ന്യൂമോണിയ, ന്യൂമോണിയയുടെ ഏതാണ്? സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ, സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ. കോളറ വിബ്രിയോ, കോളറയുടെ വിബ്രിയോ കോളറ. ന്യൂമോണിയ സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ. പിന്നെ ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫി, ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി. പിന്നെ ഏതാണ്? ഡിഫ്തീരിയ, ഡിഫ്തീരിയ. അപ്പോൾ കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ. ഇനി പിന്നെ ഏതാണ്? എലിപ്പനിയുടെ വരുന്നുണ്ട്. എലിപ്പനി അല്ലേ? എലിപ്പനിയുടെ ഏതാണ്? ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക. ഏതൊക്കെയാണ്? ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക, ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക, എലിപ്പനി. ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്കയാണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക. പിന്നെ ക്ഷയം, ക്ഷയത്തിൻ്റെ ഏതാണ്? മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ്, TB അല്ലേ? ട്യൂബർകുലോസിസും ഉണ്ട്. പിന്നെ ട്യൂബർക്കിൾ ബാസിലസും കൂടി ഓർത്ത് വയ്ക്കണം. ട്യൂബർക്കിൾ ബാസിൽ, ട്യൂബർക്കിൾ ബാസിലസ്, ട്യൂബർക്കിൾ ബാസിലസ്. ക്ഷയം. അടുത്തത് പ്ലേഗ്. പ്ലേഗ് ഏഴ്സീനിയ പെസ്റ്റിസ്, ഏഴ്സീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ്. ഏഴ്സീനിയ പെസ്റ്റിസ്, പ്ലേഗ് ഏഴ്സീനിയ പെസ്റ്റിസ്. വില്ലൻ ചുമ, വില്ലൻ ചുമ ബോർഡറ്റെല്ല പെർട്ടൂസിസ്, ബോർഡറ്റെല്ല പെർട്ടൂസിസ്. കുഷ്ഠം, കുഷ്ഠം ലെപ്രെ അല്ലേ? ലെപ്രസി, മൈക്കോബാക്ടീരിയം ലെപ്രെ. കുഷ്ഠത്തിൻ്റെ എന്താണ്? മൈക്രോബാക്ടീരിയം ലെപ്രെ. ടെറ്റനസ്, ടെറ്റനസിൻ്റെ ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടെറ്റനസും പിന്നെ ഏതായിരുന്നു നമ്മൾ ഒരെണ്ണം പഠിച്ച ക്ലോസ്ട്രീഡിയം? എന്ത് ക്ലോസ് ചെയ്ത കാര്യമാണ് പറഞ്ഞേ? ബോട്ടുലിസം, ബോട്ടുലിസത്തിൻ്റെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് കേട്ടോ. അപ്പം ഇവിടെ ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി, ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഇത് ഓർത്തിരിക്കാനുള്ള കോഡുകൾ ആർക്കെല്ലാം അറിയാമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അടുത്തത് ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സ് എന്താണ്? ബാസിലസ് ആന്ത്രാസിസ്, ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്. സിഫിലസ്, സിഫിലസ് എന്ന് പറയുന്ന ഒരു STD ആണ്. അതിൻ്റെ ട്രെപ്പോലിമ പല്ലിടം, ട്രെപ്പോലിമ പല്ലിടം. സിഫിലസ്, ട്രെപ്പോലിമ പല്ലിടം, സിഫിലസ്, ട്രെപ്പോലിമ പല്ലിടം. പിന്നെ ബാക്ടീരിയ രോഗത്തിൽ വരുന്നതാണ് മെനിഞ്ചൈറ്റീസും ട്രക്കോമയും. പിന്നെ ഏതാണ്? ഗൊണേറിയ എന്ന് പറയുന്നതും ഒരു STD ആണ്. നൈസീറിയ ഗൊണറിയെ, നൈസീറിയ ഗൊണറിയെ. സിഫിലസിൻ്റെ എന്തായിരുന്നു? ട്രെപ്പോലിമ പല്ലിടം, ട്രെപ്പോലിമ പല്ലിടം. പിന്നെ ബോട്ടുലിസം, ബോട്ടുലിസം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. പിന്നെ അടുത്തൊരു STD ഉണ്ടായിരുന്നു. ഏതാണ്? ക്ലാമിഡിയാസിസ്, അതിൻ്റെ ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ്, ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ്. ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങളിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയ ഒരെണ്ണം 3 എണ്ണം നോക്കാം. ആദ്യം ക്ഷയം നോക്കാം. ക്ഷയം, ക്ഷയത്തെ അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു ഇല്ലേ? പിന്നെ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നതും ഏതാണ്? ക്ഷയമാണ് കേട്ടോ. അപ്പോൾ രോഗങ്ങളുടെ രാജാവ്, വെളുത്ത പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ഷയമാണ്. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശമാണ് അല്ലേ? ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്നത് ഏതാണ്? ഏത് ശരീരഭാഗത്താണ്? ശ്വാസകോശത്താണ്. ഇനി എന്താണ് ഡോട്ട്സ് എന്ന് പറയുന്നത്? ഡോട്ട്സ് ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡോട്ട്സ് ചികിത്സ അല്ലേ? ചികിത്സയാണ് ഡോട്ട്സ് ചികിത്സ. ഇത് ഡയറക്റ്റ് ഒബ്സർവേഷൻ തെറാപ്പി. ഡോട്ടിൻ്റെ എന്താ? ഡയറക്റ്റ് ഒബ്സർവേഷൻ തെറാപ്പി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയുടെ പേര് എന്താണ്?
ഡോട്ട്സ് എന്നറിയപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്നതും എന്താണ്? മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്നതും ഈ ഡോട്ട്സ് ആണ് കേട്ടോ. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്നത് ഡോട്ട്സ് ആണ്. ഈ ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം എത്ര മരുന്നുകൾ കൊടുക്കും എന്നറിയോ? 5 മരുന്നുകൾ. ഡോട്ട്സ് ചികിത്സയിൽ ക്ഷയരോഗികൾക്ക് ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം എത്രയാണ്? 5. എത്രയാണ്? 5. ഇപ്പം തെറാപ്പി, ഡയറക്റ്റ് ഒബ്സർവേഷൻ തെറാപ്പി, അതായത് ചികിത്സയാണ് ഡോട്ട്സ്. ഡോട്ട്സ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? പിന്നെ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ്. ഇനി BCG എന്താ? ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ അല്ലേ? ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ്റെ പേരെന്താണ്? BCG വാക്സിൻ. ഫുൾ ഫോം എന്താ? ബാസിലസ് കാൽമിറ്റെ, ബാസിലസ് കാൽമിറ്റെ ഗുറൈൻ അല്ലെ? കാൽമിറ്റെ ഗുറൈൻ എന്ന് പറയുന്നത് എന്താ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ BCG ഫുൾ ഫോം ഓർത്ത് വയ്ക്കണം, ബാസിലസ് കാൽമിറ്റെ ഗുറൈൻ. BCG വാക്സിൻ ഏത് രോഗവുമായി റിലേറ്റ് ചെയ്തതാണ്? ക്ഷയരോഗം. ഡോട്ട്സ് ഏത് രോഗവുമായി റിലേറ്റ് ചെയ്തതാണ്? ക്ഷയരോഗം. ഓക്കെ, ഈ ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്കിൾ ബാസിലസ് ആണ്. കിട്ടിയോ? ഇനി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ഷയമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം ഏതാണ്? ക്ഷയമാണ്. മരിക്കുന്നതിന് കാരണമായ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ഷയമാണ്. അടുത്തത് ഏതാണ്? ടൈഫോയിഡ്. ടൈഫോയിഡിന് നമ്മൾ എന്ത് പറയും മലയാളത്തിൽ? ടൈഫോയിഡ് സന്നിപാത ജ്വരം എന്ന് അറിയപ്പെടും കേട്ടോ. സന്നിപാത ജ്വരം അതാണ് ടൈഫോയിഡ്, സന്നിപാത ജ്വരം. ഇപ്പം ടൈഫോയിഡിനെ നമ്മൾ പറഞ്ഞു, ടൈഫോയിഡ് ഏതിൽ വരുന്ന? ബാക്ടീരിയയിൽ വരുന്നതാണ് അല്ലേ ടൈഫോയിഡിൻ്റെ ഏതാണ് രോഗകാരി? സാൽമോണല്ല ടൈഫിയാണ്. ടൈഫോയിഡിൻ്റെ സാൽമോണല്ല ടൈഫിയാണ് രോഗകാരി. ഇതെങ്ങനെയാണ് ഈ ടൈഫോയിഡ് പിടിപെടുന്നത് നമുക്ക്? ഈ ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ഇപ്പോൾ ആഹാരത്തിലൂടെയോ ജലത്തിലൂടെയോ ഒക്കെ ഇവ എന്ത് ചെയ്യും? നമ്മുടെ ചെറുകുടലിലേക്കും അവിടെ നിന്ന് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കും. അങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തേക്ക് വരുന്നത്. അപ്പോൾ ആഹാരത്തിലൂടെ, മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും, ഈ പുറത്തുനിന്ന് വെള്ളം കുടിക്കരുത് അല്ലെ പൈപ്പിലെ വെള്ളം കുടിക്കരുത് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ടൈഫോയിഡ് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയുമാണ് ഇവ ചെറുകുടലിലേക്ക്, അവിടെ നിന്ന് രക്തത്തിലേക്കും മറ്റവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നത്. ഇനി ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണം എന്ന് പറയുന്നത് കടുത്ത പനിയാണ്. ഇത് നീണ്ടു നിൽക്കുന്ന കടുത്ത പനിയായിരിക്കും. ഇപ്പോൾ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വരും. ഇപ്പോൾ നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, പിന്നെ തലവേദന, വയറുവേദന, ക്ഷീണം, മലബന്ധം, വിശപ്പില്ലായ്മ, അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളിൽ പറയും. പിന്നെ ഈ രോഗം കുറച്ച് കാഠിന്യമേറിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ശരീരത്തേക്ക്, ചെറുകുടലിലേക്ക് വന്നു, അവിടെ നിന്ന് രക്തത്തിലേക്കും മറ്റവയവങ്ങളിലേക്കും ഒക്കെ പ്രവേശിച്ചു. എന്നിട്ട് ഈ രോഗം കുറച്ചും കൂടി കഠിനമായി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുടലിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും രോഗിക്കത് മരണം സംഭവിക്കുകയും ചെയ്യും. അപ്പം അത്രയും ഇതായിട്ടുള്ള ബാക്ടീരിയയാണിത് സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താ രോഗം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ടെസ്റ്റ് ഏതാണ്? അതായത് ഏത് പരിശോധനയിലൂടെയാണ് ഈ സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡ് ഉണ്ടോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈഡൽ ടെസ്റ്റാണ്. ഏത് ടെസ്റ്റാണ്? വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരാളുടെ പേരും കൂടി ഓർത്ത് വയ്ക്കാം. ടൈഫോയിഡ് മേരി എന്ന് വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മേരി മാലൻ. ആരാണ്? മേരി മാലൻ എന്ന പാചകക്കാരിയുടെ ജീവിതം വൈദ്യശാസ്ത്ര മേഖലയിലെ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സന്നിപാത ജ്വരം അഥവാ ടൈഫോയിഡ് ആണ് കേട്ടോ. ഒരു പാചകക്കാരിയായിരുന്നു. കുറേ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ വരികയൊക്കെ ചെയ്തു വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് മേരി മാലൻ എന്ന് പറയുന്ന പാചകക്കാരി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ടൈഫോയിഡ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ പഠിക്കുക മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിലും നല്ല വെള്ളം കുടിക്കാനും അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളം കുടിക്കുക, പിന്നെ ഭക്ഷണമായാലും അടച്ചു വയ്ക്കുക, അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലതരം കാര്യങ്ങൾ ഈ അറിവിനോടൊപ്പം തന്നെ പലതും നമ്മൾ നോക്കണം കേട്ടോ.
അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂമോണിയ. ന്യൂമോണിയയുടെ ഏതായിരുന്നു? ന്യൂമോണിയ സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ അല്ലേ? സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, അതും നമുക്ക് രോഗകാരിയായിട്ട് പറയാം കേട്ടോ. ന്യൂമോണിയയുടെ രോഗകാരിയായിട്ട് ഏതൊക്കെ പറയാം? സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയയും അതോടൊപ്പം തന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും പറയാം. ന്യൂമോണിയ എങ്ങനെയാണ് വരുന്നത്? ഇത് ശ്വാസകോശത്തിലെ വായു അറകളെയാണ് ബാധിക്കുന്നത്? ഈ ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തിലെ വായു അറകൾ, നമ്മൾ ആൽവിയോളി എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ ശ്വാസകോശത്തിലെ വായു അറകളെ ബാധിക്കുന്നതാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഈ ന്യൂമോണിയ ബാധിച്ചു കഴിഞ്ഞാൽ, ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണല്ലോ, അപ്പോൾ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായു അറകളിലുള്ള ആ ദ്രവം ഉണ്ടല്ലോ, വായു അറകൾ ഇങ്ങനെ ദ്രവത്താൽ നിറയും. എന്നിട്ട് നമുക്ക് ശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും, കഠിനമായിട്ട് ശ്വസിക്കേണ്ടിയൊക്കെ വരും. അതാണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ന്യൂമോണിയയുടെ രോഗലക്ഷണങ്ങളിൽ പനി, വിറയൽ, ചുമ, തലവേദന, വയ്യായിക, അതൊക്കെ ഏതിൽ വരും? ഈ ന്യൂമോണിയയുടെ ലക്ഷണങ്ങളിൽ വരും. അപ്പോൾ വായു അറകളെയാണ്, ശ്വാസകോശത്തിലെ വായു അറകളെയാണ് ബാധിക്കുന്നത്. ആ അണുബാധയുടെ ഫലമായിട്ട് വായു അറകൾ ദ്രവത്താൽ നിറയുകയും കഠിനമായ ശ്വസന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ദ്രവം കൊണ്ട് നിറയുമ്പോൾ പിന്നെ നമുക്ക് ശ്വസിക്കാൻ പാടായിരിക്കും. ഓക്കെ, അതാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. പിന്നെ ഈ രോഗം കുറച്ചും കൂടി കഠിനമാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുണ്ടുകളുടെയും കൈവിരൽ നഖങ്ങളുടെയൊക്കെ നിറം എന്തായി മാറും? നീല നിറത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ അത് കഠിനമാവുമ്പോൾ അങ്ങനെയും സംഭവിക്കും. അപ്പോൾ ബാക്ടീരിയ രോഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? വൈറസ് രോഗങ്ങളാണ്. വൈറസ് രോഗങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ട വൈറസ് രോഗം, അതിൻ്റെ രോഗകാരി, അങ്ങനെ നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, നോക്കിയേ. ആദ്യം ഡെങ്കിപ്പനിയുടെ രോഗകാരി ഏതൊക്കെയാണ്? ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ്, അതൊക്കെ ഡെങ്കിപ്പനിയായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഏതൊക്കെയാണ്? ആൽഫ, അർബോ, IgM. ആൽഫ വൈറസ്, അർബോ വൈറസ്, IgM വൈറസ് ഒക്കെ എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? ഡെങ്കു പനിയായിട്ട് റിലേറ്റ് ചെയ്തതാണ്. കുരങ്ങുപനി എന്ന് പറയുന്നത് വൈറസ് ആണ്. കുരങ്ങുപനിയുടെ രോഗകാരി ഏതൊക്കെയാന്ന് നോക്കി. ഫ്ലാവി വൈറസ്. ഏതാണ്? ഫ്ലാവി വൈറസും KFD വൈറസ്. KFD വൈറസ്. കുരങ്ങുപനി, ഫ്ലാവി വൈറസ്, KFD വൈറസ്. കുരങ്ങുപനി, ഫ്ലാവി വൈറസും KFD വൈറസും. പിന്നെ സാർസ് നമുക്കറിയാം ഏതാണ്? കൊറോണ വൈറസ് ആണ് അല്ലേ? സാർസ് കൊറോണ വൈറസ്. പിന്നെ പന്നിപ്പനിയും പക്ഷിപ്പനിയും, അത് മാറിപ്പോരുത്. പന്നിപ്പനിയുടെ രോഗകാരി എന്ന് പറയുന്നത് H1N1 ആണ്. പന്നിപ്പനി H1N1. പന്നി, ഒരു നായുടെ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പനി രണ്ട് സെയിം ആയില്ലേ? അപ്പോൾ 1:1 ഓർക്കുക. അപ്പോൾ H1N1. പക്ഷിപ്പനിയുടെ രോഗകാരി H5N1 ആണ്. H5N1 ആണ്. ഓക്കെ, അപ്പോൾ പന്നിപ്പനി എന്ന് പറയുന്നത് H1N1ഉം പക്ഷിപ്പനിയുടെ H5N1ഉമാണ് രോഗകാരി. പിന്നെ പോളിയോയുടെ ഏതാണ്? പോളിയോ വൈറസ് ആണ്. ചിക്കൻ പോക്സിന്റെ വൈറസ് അല്ലെങ്കിൽ രോഗകാരി ഏതാണ്? വാരിസെല്ല സോസ്റ്റർ ആണ്. ചിക്കൻ പോക്സ്, വാരിസെല്ല സോസ്റ്റർ. ചിക്കൻ ഗുനിയ ആണെങ്കിൽ അത് ചിക്വി വൈറസ് ആണ്. ചിക്കൻ ഗുനിയ വൈറസ്. ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ബോക്സിലാക്കി എന്ന് ഓർക്കുക. ചിക്കനെ വാരിയെടുത്ത് ബോക്സിലാക്കി, വാരിസെല്ല സോസ്റ്റർ. ചിക്കൻ ഗുനിയ എന്ന് പറയുമ്പോൾ ചിക്വി വൈറസ് ആണ്. ഓക്കെ. പിന്നെ എയ്ഡ്സിൻ്റെ വൈറസ് HIV ആണ്, നമുക്കറിയാം അല്ലേ? HIV. പിന്നെ മുണ്ടിനീരിൻ്റെ എന്താണ്? മിക്സോ വൈറസ് ആണ്. മുണ്ടിനീരിന് എന്ത് പറയുന്നു നമ്മൾ? മംസ് എന്ന് പറയുന്നു. MUMPS, മംസ് അല്ലേ? മുണ്ടിനീര്, മിക്സോ വൈറസ്, മംസ്. പിന്നെ ഏതാണ്? എബോളയുടെ എബോള വൈറസ് കേട്ടോ. എബോള വൈറസ്. പിന്നെയുള്ളത് വസൂരി, വേരിയോള വൈറസ്. വസൂരി എന്ന് പറയുന്നത് എന്താ? സ്മോൾ പോക്സ് ഇല്ലേ? സ്മോൾ പോക്സ് കേട്ടോ.
സ്മോൾ പോക്സ് ആണ് ഈ വസൂരി വേരിയോള വൈറസ്. ജലദോഷം എന്താ? റൈനോ വൈറസ്. അപ്പോൾ ജലദോഷം എന്നൊന്നും പറയരുത്, ഇനി റൈനോ എന്നൊക്കെ പറയാവുള്ളൂ. ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ വീട്ടിലായാലും അപ്പോൾ നമുക്കിത് മറന്നു പോവില്ല. അപ്പോൾ ജലദോഷം ഏതാണ്? റൈനോ വൈറസ്. അഞ്ചാം പനി എന്ന് പറയുന്നത് മീസിൽസ് അല്ലേ? അഞ്ചാം പനി എന്താണ്? മീസിൽസിൻ്റെ റൂബിയോള വൈറസ് ആണ് അഞ്ചാം പനി, റൂബിയോള വൈറസ്. വസൂരി എന്തായിരുന്നു? വസൂരി വേരിയോള, കിട്ടൂലോ, വസൂരി വേരിയോള. പിന്നെ അഞ്ചാം പനി എന്ന് പറയുന്ന മീസിൽസ് ആണ്, അത് റൂബിയോള. പിന്നെ പേവിഷബാധ റാബീസ് വൈറസ്, റാബീസ്. പിന്നെ വൈറസിലുള്ളതാണ് യെല്ലോ ഫീവർ. പിന്നെ ഇൻഫ്ലുവൻസ, പകർച്ചപ്പനി, നമുക്കറിയാലോ ഇൻഫ്ലുവൻസ വൈറസ്. ജപ്പാൻ ജ്വരം, ഹെപ്പറ്റൈറ്റിസ്, അതൊക്കെ ഏതിൽ വരുന്നതാണ്? വൈറസിൽ വരുന്നതാണ്. ഇനി എയ്ഡ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. എയ്ഡ്സിൻ്റെ ഏതായിരുന്നു? HIV വൈറസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം എയ്ഡ്സായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലാണ് അല്ലേ? എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അമേരിക്കയിൽ 1981 ഇത് ഈ HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയതാരാണ്? ലൂക്ക് മോണ്ടെഗ്നിയർ. ലൂക്ക് മോണ്ടെഗ്നിയർ 1983 കേട്ടോ. അപ്പോൾ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിലാണ്. HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ലൂക്ക് മോണ്ടെഗ്നിയർ 1983. ഇനി ഈ HIV വൈറസിൻ്റെ ജനിതക ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? RNA ആണ് അല്ലേ? RNA ഉള്ള വൈറസുകൾ അറിയപ്പെടുന്നത് എന്താണ്? RNA ഉള്ള വൈറസ് എന്താണ് അറിയപ്പെടുന്നത്? റിട്രോ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. RNA ഉള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസ് എന്നാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിൽ 1986. കേരളത്തിലെ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ തൊട്ടടുത്ത വർഷം 1987 എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഏറ്റവും ആദ്യം അമേരിക്കയിൽ അത് 81 1981. പിന്നെ ഇന്ത്യയിൽ 86 ചെന്നൈ, കേരളത്തിൽ 87 പത്തനംതിട്ട. ഓക്കെ. ഇനി ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? അത് 1988. പത്തനംതിട്ടയിൽ 87 വന്നു. തൊട്ടടുത്ത വർഷം മുതലാണ് നമ്മൾ ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഇനി എയ്ഡ്സിൻ്റെ ചിഹ്നം എന്താണ്? ചുവന്ന റിബൺ ആണല്ലേ? ചുവന്ന റിബൺ ആണ് എയ്ഡ്സിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. അത് രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ് അത് രൂപകൽപ്പന ചെയ്തത്. ഇനി എയ്ഡ്സിൻ്റെ രോഗനിർണയ പരിശോധനകൾ ഏതൊക്കെയാണ്? അപ്പോൾ എലിസ ടെസ്റ്റ് ഏത് വൈറസ് റിലേറ്റ് ചെയ്തതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ രോഗനിർണയ പരിശോധനകൾ ഏതൊക്കെയാണ്? ഓക്കെ, എലിസ ടെസ്റ്റ്. ഒന്നാമത്തത് എലിസ ടെസ്റ്റ്. നമ്മൾ വൈറ്റമിൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ എലിസ ടെസ്റ്റ്. വൈറ്റമിൻസിൽ ഓർക്കുന്നുണ്ടോ? എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. നമ്മൾ പഠിച്ച ക്ലാസ് കഴിഞ്ഞതല്ലേ, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എലിസ ടെസ്റ്റ്, എയ്ഡ്സിൻ്റെ രോഗനിർണയ പരിശോധനയിൽ ഒന്നാമത്തേത് ഏതാണ്? എലിസ ടെസ്റ്റ്. ആദ്യ ടെസ്റ്റാണ് ഈ എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സദേൺ ബ്ലോട്ട് ടെസ്റ്റ്, പിന്നെ PCR, റാപ്പിഡ് ടെസ്റ്റ്, അതൊക്കെ ഇതിൽ വരുന്നതാണ്? എയ്ഡ്സിൻ്റെ രോഗനിർണയ പരിശോധനയിൽ വരുന്നതാണ്. ഇതിൽ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് പറയാം? എലിസ പറയാം. പിന്നെ എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് കേട്ടോ.
ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. ഈ എയ്ഡ്സ് ബാധിക്കുന്നത് എവിടെയാണ്? ലിംഫോസൈറ്റിലാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. ലിംഫോസൈറ്റ്. ഈ എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സ ഏതാണ്? ART. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ART. ഇതിൽ ARTയുടെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കുക. ഫുൾ ഫോം ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. ഓക്കെ, ART ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി എന്നുള്ളതാണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം വൈറ്റമിൻസ് പഠിച്ചില്ലേ? വൈറ്റമിൻസ്, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ APPT എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് 2023 തോന്നുന്നു. അപ്പോൾ APPT എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ക്ലോട്ടിംഗ് ടൈമാണ്. അത് നമ്മുടെ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിവിടെ ഓർത്തപ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണേ. ഇവിടെ നിന്ന് എഴുതാം APPT. ഇതായിരുന്നു ഓപ്ഷൻ, ഇതാണ് ആൻസർ. അപ്പം ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ക്ലോട്ടിംഗ് ടൈം. ഓക്കെ, ക്ലോട്ടിംഗ് ടൈം. ഇത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ഒന്നുകൂടി പറയാം. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. എന്നിട്ട് ഇങ്ങനെയായിരുന്നു തന്നിരുന്നത്, ഫുൾ ഫോമിലല്ല തന്ന APPT, അങ്ങനെയൊക്കെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റമിനിൽ K പഠിച്ചത് ഓർക്കുന്നില്ലേ? പ്രോതോംബിൻ ഇല്ലേ? അപ്പം ഇതേതാണ്? APPT എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഈ ത്രോംബോപ്ലാസ്റ്റിന് ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെ കാണുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, വൈറ്റമിൻ K പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അല്ലേ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ K. പ്രോത്രോംബിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ K ആണ്. ഇപ്പോൾ ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞാണ് APPT. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എയ്ഡ്സിൻ്റെ കാര്യമായിരുന്നു അല്ലേ. ART എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ART എന്ന് പറയുന്നത് ചികിത്സയാണ്, ഒരു തെറാപ്പിയാണ് അല്ലേ. AR തെറാപ്പി, ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. അല്ലെങ്കിൽ ഇപ്പോൾ ART അല്ലെങ്കിൽ HAART, ഇതും ഓർത്ത് വയ്ക്കണേ. HA എന്ന് പറയുന്നത് ഹൈലി ആക്റ്റീവ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഹൈലി ആക്റ്റീവ് ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി. ഇത് ഏതായിട്ട് റിലേറ്റ് ചെയ്ത ചികിത്സയാണ്? എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ്. ഓക്കെ, അപ്പം നമ്മൾ വൈറസായി റിലേറ്റ് ചെയ്ത്, വൈറസിൽ പിന്നെ നമുക്ക് കൊറോണ വൈറസ് പിന്നെ പഠിക്കാം. ഇനി നമ്മൾ ഫംഗസിലേക്ക് പോവാണ്. ഫംഗസ് രോഗങ്ങൾ. ഫംഗസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത് പെട്ടെന്ന്? ഈ പൂപ്പലൊക്കെ അല്ലേ, ഫംഗസ്, പൂപ്പല് അല്ലേ. പൂപ്പലൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ ഫംഗസ് ആണ്. ഫംഗസ് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണ്? ത്വക്കിലാണ് കേട്ടോ. ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ത്വക്കിലാണ്. ത്വക്കില് പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? ചുണങ്ങ്, വട്ടച്ചൊറി. വട്ടച്ചൊറി എന്ന് പറയുന്നത് റിംഗ് വേം അല്ലേ, റിംഗ് വേം ആണ്. റിംഗ് വേം, ചുണങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണിരോഗം, പിന്നെ അറ്റ്ലസ് ഫൂട്ട് അല്ലേ. അറ്റ്ലസ് ഫൂട്ട് അതൊക്കെ ഇതിൽ വരുന്നതാണ്? ഫംഗസ് രോഗങ്ങളിൽ വരുന്നതാണ്. ഈ കുട്ടികളിലൊക്കെ കുറേ കാണപ്പെടുന്ന ഒരു ഫംഗസ് രോഗം ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് വട്ടച്ചൊറി പറയാം അല്ലേ, വട്ടച്ചൊറി. ഇനി ഈ രോഗത്തിന് കാരണമായ ഫംഗസുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്നാമത്തേത് മൈക്രോസ്പെറോം, പിന്നെ ട്രൈക്കോഫൈറ്റോൺ എന്നാണ്. ട്രൈക്കോഫൈറ്റോൺ, ഇവിടെ ഫൈറ്റോൺ എന്നാണ്. ട്രൈക്കോഫൈറ്റോൺ ഫംഗസ്, ട്രൈക്കോഫൈറ്റോൺ. പിന്നെ എപ്പിഡെർമോ കിട്ടൂലേ, ഡെർമറ്റിറ്റീസ്, എപ്പിഡെർമോഫൈറ്റോൺ. അപ്പോൾ ഈ രോഗത്തിന് കാരണമാകുന്ന ഫംഗസുകൾ ഏതൊക്കെയാണ്? മൈക്രോസ്പെറം, പിന്നെ ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ എന്നീ എന്താണ് ഫംഗസുകൾ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ
പ്രോട്ടോസോവ രോഗങ്ങളെ പറ്റിയിട്ടാണ്. പ്രോട്ടോസോവ എപ്പോഴും ചോദിക്കുന്നത് PSC ഏത് ചോദ്യമാണ്? മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? എപ്പോഴും PSC ചോദിക്കുന്നതാണ്. പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. ഏകകോശ യൂക്കാരിയോട്ടിനെയാണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഇനി മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം ആണ്. മലമ്പനിക്ക് കാരണമായത് പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം ആണ്. ഈ മലമ്പനി ബാധിക്കുന്നത് എവിടെയാണ്? പ്ലീഹയാണ് കേട്ടോ. പ്ലീഹയാണ് മലമ്പനി ബാധിക്കുന്നത്. പ്ലീഹയാണ് മലമ്പനി. അല്ലെങ്കിൽ ഇതിൻ്റെ മലമ്പനിയുടെ അപരനാമങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? മലമ്പനിയുടെ അപരനാമങ്ങൾ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? മലമ്പനിയാണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നു. പിന്നെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന മലമ്പനിയാണ്. അത് പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം കണക്ട് ചെയ്ത് പഠിക്കണം. മലമ്പനിക്ക് നൽകുന്ന ഔഷധം ഏതാണ്? ക്യുനൈൻ. ഏതാണ്? ക്യുനൈൻ എന്നുള്ളതാണ്. ക്യുനൈൻ ആണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരെണ്ണം കൂടി ഓർത്ത് വയ്ക്കാം. മെഫ്ലോക്വിൻ. ഏതാണ്? ക്യുനൈനും മെഫ്ലോക്വിനും കൂടി ഓർത്ത് വയ്ക്കുക. അതാണ് മലമ്പനിക്ക് നൽകുന്ന ഔഷധം. ഏതൊക്കെയാണ്? ക്യുനൈനും മെഫ്ലോക്വിനും. ഈ മലമ്പനിക്ക് കാരണം കൊതുകുകൾ, അതായത് അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയത് ആരാണ്? അനോഫിലസ് പെൺകൊതുകാണ് മലമ്പനിക്ക് കാരണം എന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ്. ആരാണ് കണ്ടെത്തിയത്? റൊണാൾഡ് റോസ്. അപ്പം മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ്. ഇനി ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25. ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25. കൊതുക് ദിനം എന്നാന്ന് ചോദിച്ചാൽ കൊതുക് ദിനം കൊടുത്തില്ലേ? ഇല്ല അല്ലേ. കൊതുക് ദിനം, മലേറിയ ദിനം ഏപ്രിൽ 25. കൊതുക് ദിനം ഓഗസ്റ്റ് 20 കേട്ടോ. ഓഗസ്റ്റ് 20. ഏപ്രിൽ 25 മലേറിയ, ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനം. ലോക മലേറിയ ദിനം ഏപ്രിൽ 25, ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. മലമ്പനി പകർത്തുന്നത് അനോഫിലസ് പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ്. ഓർത്തു വയ്ക്കണേ, അനോഫിലസ് പെൺകൊതുകാണ്. ഈ മലേറിയ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞിട്ട് വേറൊരു ക്ലാസ് ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി ഇവിടെ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? എൻഡമീബ ഹിസ്റ്റോളിക്കയാണ് അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് എൻഡമീബ ഹിസ്റ്റോളിക്ക. അത് വൻകുടലിലാണ് കാണപ്പെടുന്നത്. വൻകുടൽ കേട്ടോ. എവിടെയാണ്? വൻകുടലിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വൻകുടലിൽ. ഓക്കെ, ഇനി നമുക്ക് വിരരോഗങ്ങളും കൂടി പഠിക്കാം. വിരയിൽ പ്രധാനമായും മന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മന്ത് അല്ലേ, വിരകൾ മുഖേന ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മന്ത്. ഈ മന്ത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? മന്തിൻ്റെ ശാസ്ത്രീയ നാമം എലിഫന്റാസിസ് അല്ലേ. എലിഫന്റാസിസ് എന്ന് പറയുന്നത് മന്ത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് എലിഫന്റാസിസ്. നമുക്ക് കണക്ട് ചെയ്യാലോ അല്ലേ, മന്ത് എലിഫന്റാസിസ് ഓക്കെ ആണല്ലോ. ഇനി മന്ത് രോഗത്തിന് അല്ലെങ്കിൽ മന്ത് ഉണ്ടാകാനുള്ള കാരണം ഏത് വിരയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈലേറിയൽ വിരയാണ്. ഏതാണ്? ഫൈലേറിയൽ വിര. ശാസ്ത്രീയ നാമത്തിൽ നമ്മൾ എലിഫന്റാസിസിൻ്റെ കൂടെ തന്നെ ഫിലാരിയാസിസ് എന്നും കൂടി അല്ലെങ്കിൽ ഫൈലാറിയാസിസ് എന്നും കൂടി ഓർത്തു വയ്ക്കുക കേട്ടോ. അത് ഈ ഫൈലേറിയൻ വിര എന്നുള്ളതിൽ നിന്ന് വന്നതാണ് ഫൈലേറിയാസിസ്. ഓക്കെ, അപ്പം മന്തുണ്ടാകുന്നതിന് കാരണം ഏത് വിരയാണ്? ഫൈലേറിയൽ വിരയാണ്.
ഇനി ഈ മന്ത് പരത്തുന്നത് ഏത് കൊതുകാണ്? ക്യൂലെക്സ് കൊതുകാണ്. ക്യൂലെക്സ്. ഓക്കെ, ക്യൂലെക്സ്, ക്യൂട്ടെന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ക്യൂട്ടായ കൊതുക് പരത്തുന്നതാണ് ഏത്? എലിഫന്റാസിസ് അല്ലെങ്കിൽ മന്ത് എന്ന് പറയുന്നത്. മന്ത്, ക്യൂലെക്സ് പെൺകൊതുകാണ്. ക്യൂലെക്സ് പെൺകൊതുകാണ്. മലമ്പനിയോ? അനോഫിലസ് ആയിരുന്നു കേട്ടോ. മലമ്പനി അനോഫിലസ് ആയിരുന്നു മലമ്പനി. മന്ത് ക്യൂലെക്സ്. മന്ത് ബാധിക്കുന്നത് എവിടെയാ? ലിംഫിലാണ് അല്ലേ? ലിംഫ് ഗ്രാഹികളെയാണ് ഏത് ബാധിക്കുന്നത്? മന്ത് ബാധിക്കുന്നത്. ഈ മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളികയുടെ പേരെന്താണ്? മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ആൽബൻഡാസോൾ. എന്താണ്? ആൽബൻഡാസോൾ ആണ്. ആൽബൻഡാസോൾ. മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ഏതാണ്? ആൽബൻഡാസോൾ. ദേശീയ മന്ത് രോഗ ദിനം നവംബർ 11. ദേശീയ മന്ത് രോഗ ദിനം നവംബർ 11. ദേശീയ മന്ത് രോഗ ദിനം നവംബർ 11. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മന്ത് രോഗികളുള്ളത് എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. അപ്പോൾ ക്യൂലെക്സ് കൊതുക് ഓർത്തു വയ്ക്കുക. ശാസ്ത്രീയ നാമം എന്താണ്? എലിഫന്റാസിസ്. അതിൻ്റെ വിര ഫൈലേറിയൽ വിരയാണ്. അപ്പം എന്തൊക്കെ ഇന്ന് നമ്മൾ പഠിച്ചു? എന്തൊക്കെ പഠിച്ചു എന്ന്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, പിന്നെ ഇപ്പം വിര. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ബാക്ടീരിയയിൽ ഏതൊക്കെയാണ്, വൈറസിൽ ഏതൊക്കെയാണ്, ഫംഗസ് നമുക്കറിയാം, പ്രോട്ടോസോവ, മലമ്പനി അതും അറിയാം. ഇപ്പം ബാക്ടീരിയയും വൈറസും മാറിപ്പോവാത്ത രീതിയിൽ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പകരുന്നത്, അതായത് ഏതിലൂടെയൊക്കെയാണ് പകരുന്നത്. ആദ്യം നമുക്ക് വായു നോക്കാം. എയർബോൺ ഡിസീസ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലദോഷം, പിന്നെ വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ എങ്ങനെയാണ് വായുവിലൂടെ പകരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നല്ല ആരോഗ്യമുള്ള ഒരാൾക്കാണെങ്കിലും സമ്പർക്കത്തിലൂടെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സ്രവങ്ങളിലൂടെയോ അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച ഗ്ലാസ്, പാത്രങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യവാനായ വ്യക്തിക്ക് ഈ ന്യൂമോണിയ വരും കേട്ടോ. അപ്പോൾ ജലദോഷം, വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, പിന്നെ വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, സാർസ്, ഇതൊക്കെ ഏതാണ്? വായുവിലൂടെ പകരുന്നതാണ്. ഒന്നും കൂടി നോക്കാം. ജലദോഷം, വസൂരി, മുണ്ടിനീര്, ന്യൂമോണിയ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം, സാർസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ എയർബോൺ ഡിസീസ് ഏത്, എയർബോൺ ഡിസീസ് അല്ലാത്തത് ഏത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ല, 4 ഓപ്ഷൻ തന്നിട്ട് ഓഡ് 1 ഔട്ട് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. ഇനി അടുത്തത് വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? എലിപ്പനി അല്ലേ? എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തമൊക്കെ ഇപ്പോൾ നമ്മൾ വാർത്തയിൽ കാണുന്നതാണ്. അപ്പോൾ ടൈഫോയിഡ് നമ്മൾ പറഞ്ഞു വൃത്തിയില്ലാത്ത ആഹാരം അല്ലെങ്കിൽ ജലത്തിക്കൂടെയൊക്കെ വരുന്നതാണ്. പിന്നെ ഏതാ ഉള്ളത്? കോളറയും എലിപ്പനിയും ഒക്കെ എങ്ങനെയാണ്? വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് പകരുന്നത്. ഇനി ഈച്ച അല്ലെങ്കിൽ കൊതുക് മുഖേന പകരുന്നത് കോളറ, വയറിളക്കം, മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കോളറ, വയറിളക്കം എന്നിവ ഈച്ച മുഖേന അല്ലെങ്കിൽ കൊതുകു മുഖേന പകരുന്നവയാണ്. ഇനി സമ്പർക്കം മുഖേന, കോണ്ടാക്റ്റിലൂടെ പകരുന്നത് ഏതൊക്കെയാ? ചെങ്കണ്ണ്, കുഷ്ഠം അല്ലേ? ചെങ്കണ്ണും കുഷ്ഠവും ഏതാണ്? സമ്പർക്കം മുഖേനയാണ് പകരുന്നത്. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാ? കുഷ്ഠമാണ് കേട്ടോ. ഭൂമിയിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുഷ്ഠമാണ്. ഇനി ശരീരദ്രവങ്ങളിലൂടെ പകരുന്നത് എയ്ഡ്സ്, എബോളയൊക്കെ ഏതിക്കൂടെയാണ്? ശരീരദ്രവങ്ങളിലൂടെയാണ്. എബോള വൈറസ്, എയ്ഡ്സ് അതൊക്കെ ശരീരദ്രവങ്ങളിലൂടെയാണ് പകരുന്നത്. ജന്തുക്കളിലൂടെ പകരുന്നത് പേവിഷബാധ, ആന്ത്രാക്സ് അതൊക്കെ ജന്തുക്കളിലൂടെയാണ് പകരുന്നത്. പിന്നെ നിപ്പ, സൂണോട്ടിക്ക നമുക്കറിയാം അല്ലേ? അപ്പോൾ അതൊക്കെ പേവിഷബാധ, ആന്ത്രാക്സ് അതൊക്കെ ഏതിക്കൂടെയാണ്? ജന്തുക്കളിലൂടെ. ഇനി മുറിവുകളിലൂടെ
മുറിവുകളിലൂടെ പകരുന്നതാണ് ടെറ്റനസ്. മുറിവുകളിലൂടെ ഏതാണ്? ടെറ്റനസ്. മുറിവുകളിലൂടെ പകരുന്നത് ഏതാണ്? ടെറ്റനസ് ആണ്. ടെറ്റനസ് എന്ന് പറയുന്നത് ഏതാ? ബാക്ടീരിയ, ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓർക്കുന്നില്ലേ പഠിച്ചത്? ക്ലോസ്ട്രീഡിയം ടെറ്റനി ബാക്ടീരിയ ആണ് കേട്ടോ ടെറ്റനസ്. ഇനി ലൈംഗിക ബന്ധത്തിലൂടെ നമ്മൾ STD എന്ന് പറഞ്ഞ് പഠിച്ചതായിരുന്നു. ഏതൊക്കെയാണ്? ഗൊണേറിയ, പിന്നെ സിഫിലിസ് ഒരെണ്ണോടി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഗൊണേറിയയും സിഫിലിസും കൂടാതെ അതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലേ. ഏതാണ്? ക്ലാമിഡിയാസിസ് കൂടി ഓർത്തു വയ്ക്കുക. ക്ലാമിഡിയാസിസ് ഒരെണ്ണവും കൂടിയുണ്ട്. പഴകിയ ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ബോട്ടുലിസം. ബോട്ടിൽ. ഓക്കെ, പഴകിയ ഭക്ഷണം ബോട്ടി സൂക്ഷിക്കരുത്, നമുക്ക് എന്തുണ്ടാവും? ബോട്ടുലിസം ഉണ്ടാവും. ബോട്ടുലിസം എന്നതിന് ഏതായിരുന്നു? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ആയിരുന്നു രോഗകാരി. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്.